ഇന്ന് നമുക്ക് ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് നെയ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഫ്രണ്ട്സ്, എന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് വേവിച്ചെടുത്ത ഗോതമ്പ് ഈ ബൗളിൽ പകുതിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ 4 ആണി വെല്ലം, കുറച്ച് റെസിൻസ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, ആവശ്യത്തിനിടാൻ വേണ്ടിയിട്ട് കാർഡമം പൗഡർ, നെയ്യ്, പിന്നെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള മിൽക്ക് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ക്രാക്ക്ഡ് വീക്ക് നല്ലവണ്ണം കഴുകി കുക്കറിൽ 1 വിസിൽ അടുപ്പിച്ചാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിൽ എടുത്തിരിക്കുന്ന വെള്ളം ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കിയെടുക്കാം. ആ ജാഗരിയൊക്കെ അലിഞ്ഞ് ലായനിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അതിനോട് ഒരു 1/4 സ്പൂണ് കാർഡമം പൗഡർ ചേർക്കാവുന്നതാണ്. ഇതൊക്കെ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഒരു ചെറിയ ഗ്ലാസിന്റെ 3/4 ഭാഗം പാല് കൂടി ചേർക്കാവുന്നതാണ്. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. കുറച്ചു നേരം ഒരു 5 മിനിറ്റ് വരെ അടച്ചു വെക്കാം. ഗോതമ്പ് കുറച്ച് കുറഞ്ഞുപോയി, അതിനാൽ കുറച്ചുകൂടി ഗോതമ്പ് അതിനോട് ചേർക്കാം. ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അതിനോട് 2 സ്പൂണ് നെയ്യ് കൂടി ചേർക്കാവുന്നതാണ്. ചെറിയ സ്പൂണാണ് കേട്ടോ. എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു പാൻ ചൂടാകുമ്പോൾ 1 സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിനോട് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും മുന്തിരിയും ചേർത്ത് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർക്കാം. കൊത്തുതേങ്ങ പായസത്തിൽ ചേർക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്കോ? അതൊക്കെ ഫ്രൈ ആയി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് പായസത്തിലേക്ക് ചേർക്കാവുന്നതാണ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ അതെല്ലാം തിളച്ച് പായസമൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള അടിപൊളി പായസം റെഡി. ഇനി അതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, എൻ്റെ ഗോതമ്പ് നെയ്പായസം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.